ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നും നല്ല തണുത്ത് വരച്ചൊരു മോർണിംഗ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ തണുത്ത് വരച്ച മോർണിംഗിൽ നമ്മളിതാ രാവിലെ തന്നെ നല്ല ഗംഭീര പണിയാട്ടോ. സംഭവം നടന്നതല്ല, നമ്മളിതാ ഇന്ന് കൊല വെട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് വാഴക്കൊലകളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വണ്ടി വരുന്ന ദിവസം കൂടി ആയതുകൊണ്ട് ഇതാ ഏട്ടൻ രാവിലെ തന്നെ ഇതാ കൊലയൊക്കെ ഇതാ വെട്ടി ഇതാ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ മാത്രമല്ല മാമനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മാമൻ വെട്ടി വയ്ക്കുന്നുണ്ട്, ഏട്ടതാ ചുമന്ന് വെള്ളയ്ക്ക് കയറ്റുവാണ്. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇവിടെ കൂടെ നടക്കാൻ വേണ്ടി. കാരണം നല്ല ചുമന്ന മണ്ണും കൂടി ആവുമ്പോഴേ നമ്മളിങ്ങനെ വെയിറ്റ് എടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്നാട്ടോ തെന്നി പോവുക, പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പാവും. നമ്മൾ കാല് വെക്കുന്നതോടൊന്നും ചിലപ്പോൾ ഗ്രിപ്പൊന്നും കിട്ടാത്ത ഉടനെ പെട്ടെന്ന് സ്ലിപ്പാവും. അങ്ങനെതാ ഇത്രയും കൊലകൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. കാരണം നല്ല ഇതാട്ടോ കോട ഇറങ്ങിയിട്ടുള്ളത്. കൂടെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഈ ഒരു ഭാഗം കേട്ടോ നമുക്കിനി കൊല വെട്ടാനുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാടൊക്കെ ഉണ്ട്. അപ്പോൾ മഴയും കൂടി പെയ്യുമ്പോൾ നന്നായിട്ട് ആ ഒരു കോടയുടെ ഒരു എഫക്റ്റിലൊക്കെ ആയിട്ടും നല്ല രീതിയിലാട്ടോ പുല്ല് വളർന്നിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു പുല്ലായാലും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അട്ടയുടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട ഈ ഒരു വഴി കൂടെയൊക്കെ നടക്കുക. എത്ര ശ്രദ്ധിച്ചാലും എന്തായാലും ഒന്നോ രണ്ടട്ടയെങ്കിലും കടിക്കാതിരിക്കില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൊല വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു അതായത് കൊലച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് ഒന്ന് കെട്ടി നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാറ്റൂരി അടിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് അതങ്ങ് പൊട്ടിച്ചാവും. അതുകൊണ്ട് അത് വലിച്ച് കെട്ടുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി. അതാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ കൊലച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് അധികം ടൈം എടുക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ വലിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് കാറ്റൂരുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ടൈമിന് വാഴ കെട്ടുന്നത് മുഖ്യം വെയിലേ. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ മണി പ്ലാന്റുകൾ, അത് ഒത്തിരി വർഷം പഴക്കമുള്ള മണി പ്ലാന്റുകളാണ്. അപ്പോൾ അങ്ങനെ മൊത്തം ഇങ്ങനെ സ്പ്രെഡായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു വാഴക്കൊലകളൊക്കെ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇവിടെയും കൂടി ഒരു നല്ല മൂത്ത കൊലയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളത് വാഴക്കൊലയൊക്കെ വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നമുക്കിനി പിടിക്കാൻ പാടുന്നു ഒറ്റ വെട്ടങ്ങ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കായ് മൊത്തത്തിൽ അങ്ങ് വന്ന് താഴേക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പതിച്ച് കഴിഞ്ഞാൽ ആ ഒരു കായൊക്കെ പൊട്ടിപ്പോകാനും പിന്നെ ചെതറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാ ഈ ഒരു ലെവലിൽ വേണ്ട നമ്മൾ വാഴക്കൊല വെട്ടി ഇറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും വാഴക്കൃഷി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരൊക്കെ ഈ ഒരു കാര്യത്തിൽ നല്ല എക്സ്പേർട്ടാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തു നിന്നൊക്കെ, അതായത് വാഴക്കൃഷിയൊന്നും ഇല്ലാത്തവിടെ നോക്കുമ്പോൾ തന്നെ പുറത്തു നിന്നൊക്കെ വീഡിയോ കാണുന്ന കൂട്ടരാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ വേണ്ട നമ്മൾ വെട്ടി ഇറക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കായുടെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ നമ്മൾ വെട്ടുന്നതൊക്കെ വെറുതെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ വെട്ടിയതിന് ശേഷം നമ്മൾ തണ്ടിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം കളഞ്ഞതിന് ശേഷം ഒന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ എന്താ ഇവിടെയും എന്താ നോക്കി നല്ല രീതിയിലാണ് നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളത്. പിന്നെ മണി പ്ലാന്റിന് വളരാനായിട്ട് ഇവിടെ മണ്ട പോയിട്ടുള്ള ഒരുപാട് കവുങ്ങുകളുണ്ടല്ലോ. അതായത് ആ ഒരു കവുങ്ങുണ്ടായിട്ട് നമുക്കിപ്പോൾ വലിയ കാര്യം വരുന്നുണ്ട് തന്നെ മണി പ്ലാന്റ് അങ്ങ് നന്നായിട്ട് അങ്ങ് വളർന്നിട്ടുണ്ട്. നോക്കി ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ ഞാറൊക്കെ നട്ടില്ല ആ രീതിയിലാണ് ഇങ്ങനെ വിതച്ച് വിട്ട പോലെയുള്ള അത്രത്തോളം അങ്ങ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. കോടമഞ്ഞിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് കാണുന്നില്ല കേട്ടോ. കാരണം അത്രത്തോളം എഫക്റ്റിലാട്ടോ കോട മൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണാൻ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ ഈ ഒരു വാഴ വെച്ച് കൊടുത്തു നിലയെല്ലാം റെഡിയാക്കി വാഴ വിത്തിറക്കിയതും വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ വളപരിചരണങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു വാഴ എടുത്താൽ ഇപ്പോൾ നമുക്കിത് കൊലച്ച് നമുക്ക് വെട്ടാൻ പരിവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അന്ന് വെച്ച് കൊടുത്തുള്ള എല്ലാം ഒരേ ടൈമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും എല്ലാം ഒരുമിച്ചിട്ടല്ല കേട്ടോ കൊലയ്ക്കുക. അപ്പോൾ ആദ്യം കൊലയ്ക്കുന്നതനുസരിച്ച് പെട്ടെന്ന് ഇങ്ങനെ മൂത്ത് വരും. അപ്പോൾ എന്തായാലും ലാസ്റ്റ് കുളച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഡേയ്സ് കൂടി കഴിയും എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാനായിട്ട്. നേരത്തെ കണ്ട ഒരു ചാറ്റൽ മഴയ്ക്ക് കുറച്ചുകൂടി കാടിനും കൂടിയിട്ടുണ്ട്. അതൊക്കെ നോക്കി നല്ല രീതിയിൽ പെയ്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇത്രയും നമ്മളിപ്പോൾ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് മുകളിലേക്ക് എത്തിക്കാണ്ട്. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഉള്ളതാണ് നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താഴെക്കൂടി ഈ ചിന്നി ചിതറി കിടക്കുന്നത് വേറൊന്നും അല്ലാണ്ട് നമ്മുടെ മീൻകറിയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം, അതായത് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ഒരു മീൻകറി. എൻ്റെ പൊന്നു വായിൽ ഇപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. കാരണം അത്ര അപാര ടേസ്റ്റാണ് നമ്മുടെ ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കുറുകിയ മീൻകറി. അപ്പോൾ അതിൻ്റെ മരമാട്ടോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുടംപുളി ഉണ്ടാകുന്ന ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നോക്കി ചെറുതും വലുതായിട്ട് ഒരുപാട് കുടംപുളി വീണെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പഴുത്തതൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് പുകയത്തിട്ടൊക്കെ ഉണക്കി ഒരുപാട് നീണ്ടൊരു പ്രോസസ്സാട്ടോ അതൊക്കെയെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കറക്റ്റ് മീൻകറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമ്മളിങ്ങനെ പുക കൊള്ളിക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് ലോങ് ടൈം സ്റ്റോർ ചെയ്യാനും കൂടി പറ്റും. നോക്കി നന്നായിട്ട് പഴുത്ത് നമ്മളിതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ജെല്ലി പോലെ ഉണ്ടാവും കേട്ടോ. ആ ഒരു സീഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ചപ്പോൾ അത് കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണേ. പിന്നെ ഈ ഒരു കുടംപുളി മരമാണെങ്കിലും ഒരുപാട് നാളത്തെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ കാലങ്ങളുടെ കഥകൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ എന്താ ഇതാ മേളിലും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തടിയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് അങ്ങനെ വണ്ണം വെക്കുന്നില്ല കേട്ടോ നമ്മുടെ കുടംപുളിയുടെ ആ ഒരു തടി എന്ന് പറയുമ്പോൾ. എന്താ അതിപ്പോൾ ഇതായാലും കൂടി ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും തടിക്കൊക്കെ ഇതാ ഈ ഒരു ലെവലിലാട്ടോ വണ്ണമുള്ളത്. പിന്നെ നോക്കി ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ വിശാലമായിട്ടൊരു തണൽ മരം പോലെയാട്ടോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കാട്ടോ ഒരു വലിയൊരു ബ്രാഞ്ചസ് അങ്ങ് നീണ്ടു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോയാലും നമുക്ക് വൈകുന്നേരം ടൈമിലൊക്കെ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഒരു ഈവനിങ്ങിലൊക്കെ ഇതിങ്ങനെ ആടി വലയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു ആൽമരം ഉണ്ടല്ലോ. അപ്പോൾ ആൽമരമൊക്കെ ഇങ്ങനെ കാറ്റിലിങ്ങനെ ആടി വലയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. നോക്കി ഇതിലും പഴുത്തത് ഒരുപാട് നല്ലൊരു കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ 2 ദിവസം പോലും വേണ്ട കേട്ടോ അതൊക്കെ താഴെ വീഴാൻ വേണ്ടി. അത്രത്തോളം നന്നായിട്ട് തന്നെ വെള്ളിങ്ങനെ പഴുത്തും പച്ചയും മൂത്തതൊക്കെ ആയിട്ട് ഒത്തിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടംപുളിയുടെ മരവും കാണാത്ത കുട്ടിയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ക്ലിയർ ആയിട്ട്. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കൊലവെട്ടലൊക്കെ കഴിഞ്ഞു കിടപ്പോൾ വെട്ടിയ കൊലകളൊക്കെ നമ്മളിതാ 2 സൈഡിലായിട്ടാണ് അപ്പോൾ മേളിലേക്ക് റൂട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയ അതായത് നമ്മുടെ താഴേക്ക് മൊത്തം നമ്മുടെ ആ ഒരു നേന്ത്രവാഴ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് വെട്ടിയത് നമ്മളിതാ ഈ ഒരു ലെവലിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി വന്നാൽ നേരെ അത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടി വന്നാൽ നേരെ കയറ്റി പോയാൽ മതി. അതേപോലെ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ വെട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് റോഡിൻ്റെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയാട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേന് അടുത്ത ട്രിപ്പ് വെട്ടാനാവട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊലവെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ആ ഒരു തുടക്കത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു കോടമഞ്ഞിന് ഇപ്പോഴും യാതൊരു ശമനമില്ലാട്ടോ. നോക്കി കോടയും തണുപ്പും നല്ല ഗംഭീരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ നേരത്തെ ഒരു മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കൂ.